നിലപാടിലൊക്കെ തന്നെ ചേച്ചി ഉറച്ചു നിൽക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും. അതിലേട്ടൻ പറയുന്ന കൂട്ട് തന്നെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടി ആയിരിക്കും. അതിൽ ബ്ലോഗിനോട് ഹലോ, രേണുസുതിയാണ്. അപ്പോൾ എൻ്റെ ഏത് റീൽ എടുത്താലും കോമൺലി വരുന്നൊരു കമൻ്റാണ് എല്ലാം സുധിച്ചേട്ടന് വേണ്ടി. അത് എല്ലാവർക്കും നമസ്കാരം. രേണുസുതി ദുഃഖിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ രേണുസുതിയുടെ അളിയൻ എനിക്കെതിരെ രംഗത്ത്, അതുപോലെ മറ്റേ നെക്സിയോൺ ആ പയ്യനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട്. ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, അളിയനോ മച്ചമ്പി ആരോ ആണ്. കാരണം അത്രയ്ക്ക് കട്ടയ്ക്ക് അങ്ങ് നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവനെ കണ്ടിട്ട് എനിക്കൊന്നും പറയാനും തോന്നിയില്ല. അവൻ പറയുന്ന പറച്ചിൽ കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു സഹതാപം തോന്നി. സഹതാപവും പാവവും എല്ലാം കൂടി പുച്ഛവും എല്ലാം കൂടി ഒരുമിച്ച് വാരിക്കോരി ഇട്ട പോലെയാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഒരു വാഴയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ ഒരു വാഴയാണെന്ന്. അപ്പൊ ചോദിക്കും, അതില് എന്തിനാടാ നീ ഇങ്ങനെയുള്ളവന്മാർക്ക് റീച്ച് കൊടുക്കുന്നത്? ഞാനായിട്ടൊന്നും കൊടുക്കുന്നില്ല. ഞാൻ അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തിരിച്ചും 10 പറയും. അവിടെ നമുക്ക് റീച്ചോ അല്ലെങ്കിൽ ജാതി മത ഭിന്ന വേദ വ്യത്യാസങ്ങളൊന്നും നമുക്കില്ല. അത് വലിപ്പ ചെറുപ്പം ഒന്നും നമ്മൾ നോക്കത്തില്ല. വലിയവൻ പറഞ്ഞാലും ചെറിയവൻ പറഞ്ഞാലും എൻ്റെ ഇടയ്ക്കുള്ളവൻ പറഞ്ഞാലും നമുക്കിട്ട് താങ്ങിയ മച്ചമ്പി നമ്മളെ തിരിച്ചിട്ട് താങ്ങും. അത് വേറെ കാര്യമാണ്. അപ്പൊ നമുക്ക് രേണുസുതിയുടെ അളിയൻ ആദ്യം കാണാം. അളിയനിൽ നിന്ന് നമുക്ക് രേണുസുതിയുടെ ദുഃഖിപ്പിക്കുന്ന പോസ്റ്റിലോട്ട് പോവാം. ആ പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ 2 ദിവസം ആഹാരം കഴിച്ചിട്ടില്ല. ഇന്നിട്ടതേ ഉള്ളൂ. പക്ഷെ 2 ദിവസം ഞാൻ ആഹാരം കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് എന്നെ വിഷമിപ്പിച്ചോളഞ്ഞു. അമ്മാതിരി പോസ്റ്റ് രേണുസുതി ഇട്ടോളഞ്ഞ് ഇത്രയും തകർത്ത് കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ആദ്യം രേണുസുതിന്റെ മൂത്ത അളിയന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. നിലപാടിലൊക്കെ തന്നെ ചേച്ചി ഉറച്ചു നിൽക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പോലും. അതിലേട്ടൻ പറയുന്ന കൂട്ട് തന്നെ എല്ലാം സുധിച്ചേട്ടന് വേണ്ടി ആയിരിക്കും. അതിൽ വ്ളോഗിലോട്ട് ഈ ചേട്ടൻ വരും മുന്നേ ആ പയ്യന്റെ വീഡിയോ കിട്ടില്ലാണ്. രേണുസുതി കിട്ടുന്ന നല്ല ഓൻ ആടിച്ച് അണ്ണാക്കി കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അവന്റെ ചാനലൊന്ന് പോയി നോക്കണം. ഒരുപാട് വീഡിയോസ് രേണുസുതി എടുത്തിട്ട് റോസ് ചെയ്യുന്നുണ്ട്. നെക്സിയോൺ അങ്ങനെയാണ് അവന്റെ ചാനലിന്റെ പേര്. ഓക്കെ, ആ പയ്യൻ വേഷ വറുത്തരച്ച് തേച്ചൊട്ടിച്ച് വിടുന്നുണ്ട്. എന്തായാലും അവനിട്ടും പാവ എനിക്ക് ഇട്ടുമാണ് ഈ ഏട്ടൻ കൊട്ടാൻ വന്നിട്ടുള്ളത്. എന്തായാലും ഈ ഏട്ടായിക്കുള്ള മറുപടി ഞാൻ തരാം. പക്ഷെ ദാസപ്പൻ കോഴിക്കോടിന് കൊടുത്തിട്ടുള്ള പോലത്തെ അണ്ണാക്കി കൊടുപ്പൊന്നുമില്ല. കാരണം ഇവൻ പാവം പോലെ പറയുന്നത് കണ്ടപ്പോൾ എനിക്കും പാവം തോന്നി. നമ്മളടുത്ത് ഒരുത്ത ഇങ്ങനെ പാവം പോലെ പറയുമ്പോൾ നമ്മൾ അവനെ കയറി വെടിയിക്കുന്നതിൽ കാര്യമില്ലല്ലോ. എന്തായാലും അണ്ണൻ അണ്ണൻ രാവിലെ കുളിച്ചൊഴുങ്ങി കഴുത്തിൽ തൊടലൊക്കെ ഇട്ട് വന്നിരുന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, സെയിം പിച്ച്. എന്നിട്ട് മീശയൊക്കെ വെട്ടി ഒതുക്കി താടിയൊക്കെ ട്രിം ചെയ്ത് ഷേപ്പ് ചെയ്ത് വന്നിരുന്ന് കൊണയടിക്കുകയാണ്. പറയാനുള്ളത് ബ്രോ, നിങ്ങൾ റീച്ചിന് വേണ്ടി നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ നശിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുൽ ലോക്ക് എനിക്കിട്ടാണോ ആദ്യം താങ്ങിയത്. അതുൽ ലോക്ക്, നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നമ്മുടെ കുട്ടികൾ നശിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുതെന്ന്. കേട്ട വാഴ ഞാൻ കാരണം ഏതാ കുട്ടികളാണ് നശിച്ച്? നിന്റെ മറ്റേ മൂട് താങ്ങിയില്ല, നീ മൂട് താങ്ങുന്നവളില്ല. അവള് കാരണം ഇവിടെ തലമുറകൾ നശിക്കുന്നു, അവളുടെ കുട്ടികൾ അടക്കം നശിക്കുന്നുണ്ട്. വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾക്കടക്കം ബാഡ് ഇമ്പാക്ട്, ബാഡായിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് അവളിവിടെ ഓരോ പേക്കൂത്തുകളും കോപ്രായങ്ങളും കാണിക്കുന്നത്. വേറെ സൈറ്റുകളിൽ കാണിക്കേണ്ട വീഡിയോകൾ വന്ന് അവൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ടായിക്കോട്ടെ, പക്ഷെ വേറെ പ്ലാറ്റ്ഫോമിൽ കാണിക്കണം. കാരണം ഇവിടെ ഈ നമ്മുടെ വളർന്നു വരുന്ന തലമുറ അടക്കം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള തലമുറ അടക്കം ബാഡായിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലും വളരെ 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 മ്ലാച്ഛകരമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഓരോ വീഡിയോസും ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി പറയാതെ കേട്ട കെണ്ടവായ എന്നെ പറ്റിയാടാ നീ പറയുന്നത്? എടാ നിനക്ക് ഉളുപ്പുണ്ടാടാ? നിന്റെ പ്രൊഫൈലിനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ രേണു ഉയിര് തൈരും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിരത്തി ഇട്ടിരിക്കുക. അക്ക ഉയിര്, പണ്ട് നമ്മൾ സണ്ണി ലിയോൺ ഫാൻസ് ആയിരുന്ന സമയത്ത് അക്ക ഉയിരെന്ന് പറയുന്നു. അറിവില്ലാത്ത പ്രായമാണ് കേട്ടോ, വെളിവില്ലാത്ത പ്രായത്തിലാണ് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ അക്ക ഉയിര്. അതുപോലെയാണ് രേണു അക്ക ഉയിര്. നിനക്ക് ഇത്ര പ്രായം ഉണ്ടല്ലോടാ. വയസ്സാം കാലത്ത് നീ രേണു ഒക്കെ ഉയരും പിടിച്ചുകൊണ്ട് നടക്കണം. തൈര് നിങ്ങളുടെ പേര് എടുത്തു പറയുന്നുണ്ടാ കുഞ്ഞ്, അപ്പോൾ എന്ത് മനസ്സിലാക്കുക. ഹായ് ഹലോ നമസ്കാരം, ഞാൻ അനിൽ സന്തോഷ്. നീ അവിടെ മാറി കുഞ്ഞിരിക്കുന്നതായിരിക്കും നല്ലത്. നീ അവിടെ ഇരിക്കുന്നതാണ് നിനക്കും നല്ലത്. അവൻ എനിക്ക് അങ്ങോട്ട് മോട്ടിവേഷൻ ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. എന്തായാലും എനിക്ക് മാത്രമല്ല ആ പയ്യനിട്ടും അവൻ പറയുന്നുണ്ട്. എന്തായാലും ആ പയ്യൻ ഇന്നലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അവനെ അടിച്ച് അണ്ണാക്കി കൊടുത്ത് ഇരുത്തി അങ്ങ് വിട്ടിട്ടുണ്ട്. അമ്മാവാ എന്ന് വിളിച്ചുകൊണ്ട്. കൊള്ളായിരുന്നു. എനിക്ക് കഴിഞ്ഞ ദിവസം എന്റെ കുറെ സുഹൃത്തുക്കൾ ഒരു വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നു. ചേട്ടാ ആ വീഡിയോ ഒന്ന് കാണുക, അതിനെപ്പറ്റി. എന്റെ 100ഓളം ഫ്രണ്ട്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്തു. ധാത്രി സ്കിൻ വിഷയത്തിൽ മാറി ഫ്രണ്ട്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്തു. ഇന്നാ പിടി ഒരു വീഡിയോ ലിങ്ക്. ചേട്ടന്റെ പ്രതികരണം കാണണം, ചേട്ടനൊന്ന് പ്രതികരിക്കും. നിനക്ക് അയച്ചു തന്ന ആൾക്കാരുടെ സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് അയച്ചാടാ. ഇതേ കാര്യം നീ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരാം. എനിക്ക് ഈ അപരാധങ്ങളുടെയൊക്കെ വീഡിയോകളുടെ ലിങ്കുകൾ എടുത്ത് അയച്ചു തരുന്നവരും മെസ്സേജ് അയക്കുന്നവരുടെയൊക്കെ വേണം ഞാൻ അയച്ചു തരാം. പക്ഷെ നിനക്ക് കുറെ പേര് അയച്ചു തന്നെന്ന് പറഞ്ഞല്ലോ. നീ ഒരു 10 സ്ക്രീൻഷോട്ട് കാണിക്കും. നിനക്ക് ഒരു 10 പേര് ഈ ലിങ്ക് അയച്ചു തന്നിട്ട് ചേട്ടാ ഇതൊന്ന് നോക്കെന്ന് പറഞ്ഞ ഒരു 10 പേരുടെ പ്രൊഫൈൽ എനിക്കൊന്ന് കാണിച്ചാൽ
ചലഞ്ച് ചെയ്യുക. ഇച്ചി പോടാ. 2 വാക്ക് ചേട്ടൊന്ന് പറയണം എന്ന് പറഞ്ഞു. എനിക്ക് ആ മോനോട് പറയാനുള്ളത്, മോനെ നീ ഒരു കുഞ്ഞു പയ്യനാണ്. എന്നെ അല്ലേട്ടാ, ഞാൻ വിചാരിച്ച ആദ്യം എന്നെയോ മുതുക്കനായ, ഇത്രയും മുതുക്കനായ എന്നെയോ കുഞ്ഞു പയ്യനെന്ന് പറയണമെന്ന്. അപ്പൊ എന്നെ ആദ്യം പറയുന്നവൻ ആ പയ്യനെയാണ്. കാണാം, പ്രത്യേകിച്ചും ആ പയ്യന്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. എനിക്ക് നിന്റെ വാക്ക് കേട്ടപ്പോഴാണ് സഹതാപം തോന്നുന്നത്. ഇത്രയും ഗതികെട്ടവനായിട്ടുള്ള ഒരു രേണു ആർമിയെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒന്നിയിൽ വാതറന്നോ എല്ലാം പറയടാ, അല്ലാതെ അണ്ണാക്കി പിരിവെട്ടിയത് പോലെ ഇരുന്നിട്ട് ഇങ്ങനെ കൊണയടിക്കാതിരിക്കുക. ഉള്ള കാര്യം പറയാം. ഒരുമാതിരി എന്തുവാ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. എന്തുവാടേ, ഇത്രയും ഗതികെട്ട ഒരു രേണു ആർമിയെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഏതോ ഒരു പെൺബുദ്ധിയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. പെൺബുദ്ധിയാ? അതെന്ത് ബുദ്ധി? അതെന്താ ആണുങ്ങൾക്ക് ബുദ്ധിയില്ലേ? നീ എന്തോന്നടേ? അവൻ കിടിലുമായിട്ട് അവൻ വീഡിയോ ചെയ്യുന്നുണ്ട്. സത്യം, അവന്റെ വീഡിയോ കാണുന്ന ചിരിച്ചിരിക്കും. അമ്മാതിരി കുറെ കോമഡികൾ അവൻ ചെയ്യുന്നുണ്ട്. അതിൽ പെൺബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്ത്? ഇനിയിപ്പോൾ അവൻ്റെ അമ്മയായിരിക്കാം, ചിലപ്പോൾ അവൻ്റെ പെങ്ങളായിരിക്കും, ആരെങ്കിലുമൊക്കെ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും. എന്താ എടാ, നിനക്കെന്താ? നിനക്ക് വയ്യടാ? എടാ പോയി കമന്നിടന്ന് ഉറങ്ങടാ. പെൺബുദ്ധി പ്രവർത്തിപ്പിക്കാൻ വന്നിരിക്കുന്നത് നീ ഒരു ശിഖണ്ഡി ബുദ്ധിയാണല്ലോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും കെട്ടാനെ. ആ പയ്യന്റെ പ്രൊഫൈലിൽ കയറി ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ 4 പേരെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ആ 4 പേരെന്ന് പറയുന്നതിനകത്ത് ഒരു പേര് പയ്യൻ എടുത്ത് വീഡിയോയിൽ പറയുന്നുണ്ട്, അതുൽ ബ്ലോഗ്. അപ്പൊ ഈ അതുൽ, നിനക്ക് ഇതാണ് പണി. അവൻ ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്തിട്ടേ, അവൻ ആരെ വേണോ ഫോളോ ചെയ്തിട്ട്, അതൊക്കെ അവന്റെ ഇഷ്ടമാണ്. ഒരാൾ ആരെയൊക്കെ ഫോളോ ചെയ്യണം ചെയ്യണ്ട എന്ന് പറയുന്നത് അത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഞാൻ എത്രയോ പേരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഫേസ്ബുക്കിൽ ഞാൻ ആരെയും ഫോളോ ചെയ്തിട്ടില്ല. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരുപാട് ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നിന്റെ ചാനൽ കിട്ടിയാലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും. കാരണം എന്തെങ്കിലും അപ്ഡേഷൻ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. കേട്ടറാ? എന്ന് വെച്ചിട്ട് നീ എന്ത് കൊണയടിയടാ ഇത്? പോടാ ചേച്ചി. പോലുള്ള 4 പേജുകൾ ഫോളോ ചെയ്തിട്ട് അവർ പറയുന്ന നെഗറ്റീവുകളെ മാത്രം കേട്ടിട്ടാണ് ഈ പയ്യനും അതുപോലെ റിയാക്ട് ചെയ്യുന്നത്. എടാ നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് നിനക്കറിയാമോ? നിന്റെ രേണു ഒക്കെ ഇല്ല, അവള് കാണിക്കുന്നതാണ് നെഗറ്റീവ്. അതാണ് നെഗറ്റീവ് എന്ന് പറയുന്ന സാധനം. അല്ല നമ്മൾ ചെയ്യുന്നതല്ല. അവള് കാണിക്കുന്ന നെഗറ്റീവിനെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നീ ഒരു മൊണ്ണയായി പോയില്ലോടാ. എടാ മൂടൊക്കെ താങ്ങുന്ന കൊള്ളാം, കുറച്ച് കനത്തിലുള്ള മൂട് പോയി താങ്ങും. എന്തുവാ ഇത് കേട്ടോളിയെ? കുട്ടികൾക്ക് ഇന്ന് സമൂഹത്തിൽ റീച്ച് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പൊ കുഞ്ഞിനോട് ഞാൻ പറയുന്നത്, മോനെ നീ ഇപ്പൊ പഠിച്ച് നല്ല രീതിയിൽ വളരുക. എടാ ആദ്യം നീ പോയി സ്കൂളിന്റെ വരാന്ത പോയി എത്തി നോക്ക്. പഠിച്ച് നല്ല രീതിയിൽ വളരാനായിട്ട് അവനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അവൻ അവന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അവൻ സ്കൂളിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അവൻ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ തന്നെ അവന്റെ വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു ടാലന്റ് ഉള്ള പയ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ പോപ്പ കേസൊന്നുമില്ല. അവൻ നല്ലൊരു ടാലന്റ് ഉള്ള പയ്യനാണ്. നല്ല അടിപൊളിയായിട്ട് അവൻ ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് വീഡിയോസ് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഈ വലിയ വലിയ മറ്റേ അടുത്തവന്മാർ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് കയറിയിരിക്കില്ല, അവന്മാരെക്കാൾ എന്തുകൊണ്ട് ക്വാളിറ്റിയായിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ച് ഓരോ വാക്കുകളും അടിപൊളിയായിട്ട് കോമഡി ആയിട്ട് പറയുന്ന ഒരു പയ്യന്റെ ചാനലാണ് ആ നെക്സിയോൺ എന്ന് പറയുന്ന പയ്യൻ. എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അവനെ പോയിട്ട് നിനക്കെന്തെങ്കിലും കഴിവുണ്ടോടാ കലാപരമായിട്ട്? വെട്ടവളിയാ. സമൂഹത്തിന് നന്മ ചെയ്യുക. ഇവരെ പോലുള്ളവർ അല്ല അണ്ണ എന്നും എന്ത് നന്മയാണ് ചെയ്യുന്നത്? കയറിയിരുന്നത് എന്നെ കുറ്റം പറയുന്നതാ, അല്ലെ അവനെ കുറ്റം പറയുന്നതാണ് അണ്ണൻ ചെയ്യുന്ന നന്മ? എടാ എണീച്ച് പോടാ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കേട്ട കിഴങ്ങ്. നീ മറ്റേ ദാസപ്പന്റെ അവിടെ പേര് എന്നിട്ട് 2 തെറികൾ ഇങ്ങോട്ട് വിളി, ഞാൻ അങ്ങോട്ടും വിളിക്കാം. സെയിം പിച്ച്. നെഗറ്റീവ് വീഡിയോകൾ കണ്ടിട്ട് മുൻ പ്രതികരിക്കുന്നത് സമൂഹത്തിന് ഒരു ഗുണവും ചെയ്യില്ല. എടാ മത്തങ്ങ, നെഗറ്റീവ് വീഡിയോ കണ്ടാലാണ് പ്രതികരിക്കേണ്ടത്. നെഗറ്റീവ് വീഡിയോ കാണുന്ന സമയത്താണ് സമൂഹത്തിൽ നമ്മൾ പ്രതികരിക്കേണ്ടത്, ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത്. നീ മൊണ്ണയായിപ്പോയല്ലോടാ, ഇങ്ങനൊരു കാട്ടുമൊണ്ണയായിപ്പോയല്ലോടാ. എടാ നെഗറ്റിവിറ്റി കാണുമ്പോഴാണ് നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത്. അല്ലാതെ പോസിറ്റീവ് കാര്യം കാണുമ്പോൾ വാ എന്ന് പറഞ്ഞിട്ട് അതിനെ എടുത്ത് വെച്ചിട്ട് ചീത്ത വിളിക്കുകയല്ല ചെയ്യേണ്ടത്. നെഗറ്റീവായിട്ട് സമൂഹത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു കാണുന്നു അതിനെതിരെയാണ് ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത്. ഇത് ഏത് കാട്ടു ബ്രാൻഡാ നീ? നീ വളർന്നു വരുമ്പോൾ ക്രിമിനൽ മൈൻഡോടുകൂടി വളർന്നു വരേണ്ടതായിട്ട് വരും. കുഞ്ഞിൻ ചിടത്തള്ളേ, ആ പയ്യന്റെ വീഡിയോ നിങ്ങൾ കാണണം. അവൻ എന്നാ രീതിയിലെന്നറിയാമോ? ആ ഒരു ചെറിയ പ്രായം, എനിക്ക് തോന്നുന്നു എത്രയിലാണെന്നറിയില്ല, അവൻ പണ്ടം കണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, എന്തായാലും വോട്ടവർ ഒരു കൊച്ചു പയ്യനാണ്, സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണ്. അടിപൊളിയായിട്ടാണ് അവൻ പ്രസന്റ് ചെയ്യുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത, കലാപരമായിട്ടുള്ള കഴിവില്ലാത്ത പൊണ്ണെ അവനെ പോയിട്ട് അടിച്ചമർത്താൻ പോയിരിക്കുന്നു. നിനക്ക് എന്നെങ്കിലും കഴിവുണ്ടടാ, കയറി ഇരുന്ന് കൊണാൻ സീറ്റിൻ്റെ അത് കയറി അടിക്കുന്നതല്ലാണ്ട്. അത് നേരെ 10 കൊണയടി. ഇത് ചുമ്മാ വന്നിരുന്ന് അവനെന്തോ വലിയ ആളാവാൻ പോണെന്നൊക്കെ. എടത്തള്ള ഇതൊക്കെ അവനടാ. വീഡിയോ കണ്ടതിന് ശേഷം നിന്റെ കമന്റുകൾ ഞാനൊന്ന് പരിശോധിച്ചു. അപ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആൾക്കാരുണ്ട്. പൊതുസമൂഹത്തിലുള്ള എൻ്റെ
സഹോദരന്മാരോട് ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾക്കും മക്കളുണ്ട്. മോശമായ കാര്യങ്ങൾ പറയുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. എടാ കേട്ട കഴിഞ്ഞ് അവൻ എവിടെയാടാ മോശമായിട്ടുള്ള കാര്യം പറഞ്ഞു? അവൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത്. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത്. നിനക്ക് ആ കഴിവ് പോലും ഇല്ലെന്ന് പറഞ്ഞ് കഴിവ് കെട്ടവനെ നീ ആ കൊച്ചു പയ്യനെ എങ്ങനെയാണോ നിനക്ക് തോന്നി? അവൻ നല്ല അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അവൻ എന്തായാലും നിനക്ക് അണ്ണാക്കി തന്നിട്ടുണ്ട്, അമ്മാവാന്ന് വിളിച്ചിട്ട് അണ്ണാക്കി തന്നിട്ടുണ്ട്. അവൻ ചോദിച്ചിട്ടുണ്ടല്ലോ സബാഷ് സുഭാഷ് സബാഷ് പറഞ്ഞു തിരുത്തുകയാണ് വേണം. നമ്മുടെ കുഞ്ഞനിയനാണ്, അവൻ വളർന്നു വരട്ടെ. കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണം. തെറ്റായ പ്രവണതയിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. 18 വയസ്സ് കഴിഞ്ഞ് ഏതൊരു പൗരനും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ പോലെ തന്നെ ആ അഭിപ്രായങ്ങളെ വിമർശിക്കാനുള്ള അധികാരവും നമ്മുടെ സമൂഹം നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാം ലീഗലായിരിക്കണം എന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകാം, കുട്ടികൾക്ക് അവകാശമില്ലേ? ഉണ്ട്, കുട്ടികൾക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. പക്ഷെ ഈ കുഞ്ഞു മോന്റെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നിയോണ്ട് മാത്രമാണ് പറയുന്നത്. അല്ലടാ നീ വിഷമിക്കണ്ട, നീ ഇത്ര ഇങ്ങോട്ട് വിഷമിക്കണ്ട. നീ മറ്റവർക്ക് പോയി മൂഡ് താങ്ങിക്കൊടുക്കും. നിന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മൊത്തം മനസ്സിലായി നീ മൂഡ് താങ്ങിയാണെന്ന്. നീ അവൾക്ക് പോയി മൂഡ് താങ്ങി കൊടുത്തിട്ട് അവിടെ പോയി ഇരുന്നോ. അല്ലാണ്ട് ഇനി ആ പയ്യന്റെ നെഞ്ചത്തോട്ട് പൊങ്കാലിടാൻ പോകണ്ട കേട്ടാ. ചുമ്മാ അവനെ പോയി ചൊറിഞ്ഞ് വീണ്ടും അവന്റെ വായിരിക്കുന്ന കേട്ടുകൊണ്ട് നാണം കെട്ടി നാളെ ഇങ്ങനെ ഇരിക്കാൻ ഈ ഉളുപ്പൊന്നല്ലടാ. ഒന്നുമില്ലെങ്കിൽ കൊച്ചു പയ്യന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ട ഗതിയേട് നിനക്ക് വന്നല്ലോടാ. പോയി കമന്ന് നടന്ന് ഉറങ്ങടാ കൂടെ. നാളെ അവൻ സമൂഹത്തിന് നല്ലൊരു പൗരനായാണ് വരേണ്ടത്, അല്ലാതെ ഒരു ക്രിമിനലായി വരരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ മക്കളും ഇതുപോലെ വീഡിയോ ചെയ്യുന്നവരൊക്കെ കാണും, അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഒരു കാര്യം ഞാൻ ആ കുട്ടിയുടെ മാതാപിതാക്കളോടാണ് പറയുന്നത്, എന്തായാലും നിങ്ങൾ ആ വീഡിയോകളൊന്നും കാണാതെ കുട്ടിയുടെ അച്ഛനോ അമ്മയോ സഹോദരിയോ സഹോദരനോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്റെ പൊന്നിടാവ എണീറ്റ് പോയിട്ട് 2 തുമ്പെടുത്ത് കിളയ്ക്കാൻ നോക്കണം. നാറിന്ന് വിളിക്കുന്നില്ല പാവം. ഇത്രയും സൗമ്യമായിട്ട് പറഞ്ഞുകൊണ്ട് നല്ലവനായ ഉണ്ണി ഒന്നും പോയി തരുവോ? നിനക്ക് എന്തിനാ കേടടാ? നീ പോയി അവിടെ താങ്ങടാ. ഇങ്ങോട്ട് എന്തിനാടാ വരുന്നത്? ആ പയ്യൻ വീണ്ടും നിന്നെ എടുത്തിട്ട് കൊടുക്കേണ്ട ഒരു ഗതികേടിലോട്ട് നീ എത്താതെ നോക്കിക്കോ. കാരണം നമ്മുടെ സമൂഹം ഇന്ന് നെഗറ്റീവ് ഇഷ്ടപ്പെടുന്നവരാണ്. നാളെ നിങ്ങളെയും ആരെങ്കിലും വിമർശിച്ചാൽ അതപ്പം നോക്കിക്കോളാം. നീ ഇപ്പൊ ഉണ്ടാക്കണ്ട കേട്ടാ. മിണ്ടാതിരുന്ന് കേൾക്കേണ്ടി വരും. എന്നും നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ നമ്മുടെ മക്കൾ കാരണം തല ഉയർത്തി നിൽക്കുമ്പോഴാണ് നമുക്ക് ആ അഭിമാനം ഉണ്ടാകുന്നത്. നിന്റെ മക്കളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു അപ്പം കാണണം, തല കുനിച്ചിരിക്കേണ്ട ഗതികേട് വന്നിട്ടുള്ള മക്കളായിരിക്കും നിനക്കുള്ളത്. പൊട്ട് വിമർശനം നല്ലതാണ്. ആരോഗ്യപരമായ വിമർശനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് നന്മ ചെയ്യും. നിങ്ങൾ പറയുന്ന മോശം വാക്കുകളും മോശം ലാംഗ്വേജുകളും പഠിച്ച നമ്മുടെ കുഞ്ഞു മക്കളുടെ മനസ്സിൽ അത് എത്തുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയും കൂടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എടാ കേട്ട കിഴങ്ങേ, ആദ്യം അവളെ പോയി നന്നാക്ക്. അവള് കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടങ്ങളും പേക്കൂത്തുകളും കാരണം ഇവിടെ വളർന്നു വരുന്ന കുട്ടികളടക്കം വഴി തെറ്റി തല തെറിച്ചു പോകും. അതിനെ പറ്റിയിട്ട് നിനക്കൊന്നും പറയാനില്ലേ? മൂട് താങ്ങി. എനിക്ക് ചൊറിയുണ്ട്. എനിക്ക് ഇതുപോലത്തെ ചിലവന്മാരെ മറ്റേ ഷുഗർ കോട്ട് വർത്താനല്ലോ ഇത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ട് പെരുത്ത് കയറും. ആ ഒരു സാധനമാണ് ഇവനിലും എനിക്ക് ഫീൽ ആയത്. അണ്ണേ കൊള്ളാം ബാ. എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ്. എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരോടും സ്നേഹമാണ്. ഇവനെ ആരടാ സ്നേഹിക്കുക? ഇത്രയ്ക്ക് ഗതികെട്ട് കിടക്കുന്ന ഇവനെയൊക്കെ ആരെങ്കിലും സ്നേഹിക്കൂടാ? എന്തായാലും ഈ പയ്യനാണ് ആ പയ്യൻ താഴെ കാണുന്നില്ലേ, ആ പയ്യനാണ് ആ പയ്യൻ. അവനിട്ടാണ് കൊട്ടിയത്. പിന്നെ ഇതിന്റെ ഇടയിൽ എന്നെ പിടിച്ചിട്ട്, അതുകൊണ്ടാണ് അണ്ണൻ 2 മറുപടി തരാം. ഇവ എന്നെ ഫോളോ ചെയ്തെന്ന് തോന്നി നിനക്കും എല്ലാം ചൊറിയണാരാ? അവൻ എങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് നിനക്കിട്ടുള്ള 2 തട്ട് ഞാൻ തന്നു. അല്ലെങ്കിൽ ഞാൻ ഒന്നിനും വെറുതെ ഇടുമായിരുന്നു. അവൻ നിനക്കുള്ളത് അണ്ണാക്കി തന്നിട്ടുണ്ട്. എങ്കിലും എനിക്ക് 10 പറയാതെ പോയൊരു സമ്മാനം കിട്ടത്തില്ല. വെറുതെ ഇരുന്ന് എന്നെ ഇതിൻ്റെ ഇടയിൽ പിടിച്ച് നീട്ട്. നിനക്ക് എന്തിന്റെ ചുരുക്കാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ വഴിയെ പോകുന്ന എല്ലാ അവരാധി മക്കളും ഇപ്പൊ എന്നെ പിടിച്ചിടുന്നുണ്ട്. എന്തിന്റെ ചുരുക്കാണെന്ന് അറിയില്ല. ഇത്രയും പോപ്പുലറായ സ്ഥിതിക്കായിരിക്കും. കുഴപ്പമില്ല. അത് ആരാധന ശാന്തരാവൻ മനസ്സിലായി. ഇനി നിന്റെ അക്കാരുടെ അടുത്ത് പോവാ. ആര്? രേണു അക്കാരുടെ അടുത്ത്. എന്തായാലും നീ അളിയനില്ലേ, അപ്പൊ അത് അക്കന്നല്ലേ? ഓക്കെ. അക്കന്റെ ഡാൻസ് ആണല്ലോ. ഡാൻസ് ഞാൻ തുടക്കത്തിൽ കൊടുത്ത് കാണാൻ വയ്യ, സഹിക്കാൻ പറ്റാത്തതുകൊണ്ടേ. ഇതെന്താ ചക്കായ ഫുള്ള് തീർന്ന? എന്താടാ ഇങ്ങനെ? ഇതോടെ തീർന്നെന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ. ഇങ്ങനെ തീർന്നു കൂട്ടിക്കോ. ദൈവമേ നോക്കാം. ഹലോ, മനസ്സിലായി. രേണുസുതിയാണ്, മനസ്സിലായി. എനിക്ക് കാര്യങ്ങളൊക്കെ പിടിട്ടോ. പുതിയ പച്ച വാച്ച് ടാറ്റു എന്തുവാ ഇത്? പുതിയ ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. കൊള്ളാം. ചിരിക്ക. ഓക്കെ. നിനക്ക് ഉളുപ്പില്ലേ? അതല്ലേ, അതെനിക്കറിയാം. നിന്റെ ഏത് റീലെടുത്താലും കോമൺലി വരുന്നൊരു കമന്റാണ്. നിനക്ക് ഉളുപ്പില്ലേ, നാണമാനമില്ലേ, പോയി കമന്നിരുന്നൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ചോദിക്കാറുണ്ട്. സ്വാഭാവികോടി, നീ പറയടി. നീ ആ കമന്റാണ് ഉദ്ദേശിച്ചത്? അതുകൊണ്ട് കേട്ടോ, ഞാൻ ഉദ്ദേശിച്ച ഉളുപ്പില്ല എന്നുള്ള സംഭവങ്ങളൊക്കെയാണ്. എല്ലാം സുധിയേട്ടന് വേണ്ടിയിട്ട്, എല്ലാം സുനിയേട്ടന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ദാസേട്ടൻ, പ്രജീഷ്, വേറെ ഏതൊരു മണ്ണ 3 കൂടി എടുത്തിട്ട് കറക്കി ഉലാത്തി ഉരുട്ടി പരട്ടി
എടുത്ത് വിട്ട് കണ്ട ആൽബം എന്ന് പറഞ്ഞ് കണ്ട അപരാധങ്ങളും അഭിനയിച്ച് ഏതൊക്കെ ഓമൽ പുഴയിലെ ഡയറക്ടർമാരൊക്കെ വന്നും കൊണ്ട് കുറെ കുണകൾ അടിച്ചു കൂട്ടി വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് എല്ലാം എൻ്റെ സുനിയേട്ടന് വേണ്ടിയിട്ട്. എൻ്റെ സുനിയേട്ടൻ ചത്താലും ചിലവർക്ക് സമാധാനം കൊടുക്കൂലെന്ന് പറയില്ല. ആ ഒരു ഗണത്തിൽപ്പെട്ട അവസ്ഥയാണ് സുനിയേട്ടൻ്റെ അവസ്ഥ. ആര്? സുധിയുടെ അവസ്ഥ. ചത്ത് അങ്ങേരെ കാലകർമ്മപ്പെട്ടു വർഷങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും അങ്ങേർക്ക് സമാധാനം കൊടുക്കുന്നില്ല. വീണ്ടും അങ്ങേരെ എടുത്തു വെച്ച് അങ്ങേർക്കും കൂടി ചീത്ത പേരുണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത്രയും ഉത്തമയായ ഒരു ഭാര്യയെ ഈ ഭൂലോകത്ത് വേറെ കാണില്ല. വാ വാ. ഓ തീർന്നു. എങ്കിൽ അടിച്ചിട്ട് അണപ്പല് തെറിപ്പിക്കും. നീ നിന്റെ സുധിയേട്ടന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇങ്ങോട്ട് ഇനി ആർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വരരുതേ മതി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തികഞ്ഞിരിക്കുക. ഓ അങ്ങേർക്ക് ഉയിര് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആത്മാവായിട്ടെങ്കിൽ വരെയുള്ള കഴിവുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോയിൽ നിന്ന് ഇറങ്ങി അടിച്ചിട്ട് പോയാണ് സത്യം. അമ്മാതിരി അപരാധമാണ് നീ അങ്ങനെ വെച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഏട്ടാ? ഓ ഇങ്ങനെ ഒരു ഗതികെട്ട ഭർത്താവ് ഈ ലോകത്ത് വേറെ കാണത്തില്ല. നീ എന്നാ കോപ്പയെല്ലാം ചെയ്യും രേഷ്മ തങ്കച്ച, എന്നാ കോപ്പയെല്ലാം ചെയ്ത് മിണ്ടാതിരിക്കൂ. കുറച്ചു കാലത്തേക്ക് ഒന്ന് ഒരു റെസ്റ്റ് വയ്യ, ഞാൻ മടുത്ത്. പക്ഷെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ എനിക്ക് ഇതാടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറെ മൊണ്ണകൾ എനിക്കിട്ട് ചൊറിയുന്നുണ്ട്. അങ്ങനെ വിറ്റ് 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 റേഷൻ കടയിൽ അരിയുടെ വില പോലും ഇപ്പൊ ഇല്ല അങ്ങേർക്ക്. ഇങ്ങോട്ട് ഓടിപ്പോയി കയറിക്കൊടും വേറെയുള്ള പെണ്ണുങ്ങളുടെ ഭർത്താവിന്റെ ഫോട്ടോ എടുത്തോണ്ട്, അപ്പൊ കിട്ടും അണ്ണാക്കില്. ഇത്രയൊക്കെ കാട്ടിക്കുട്ടിയെ പോരെ, ഇനി വേറെയുള്ളവരുടെ ഭർത്താവിനെയും കൂടി പിടിക്കണം. നിന്റെ ഉദ്ദേശം മനസ്സിലായി. നീ ആ ദാസപ്പനെയും പിടിച്ചോണ്ടിരുന്നാ മതി കേട്ടാ. ഓ ഇങ്ങനൊരു ഗതികെട്ട ഹസ്ബൻഡ്. അങ്ങനെ അതല്ല, ഇതുവഴിയെങ്കിലും പൊത്ത് നിന്റെ പള്ളേക്കറി ഇങ്ങനെ തീരാണെങ്കിൽ തീരട്ടെന്ന് വിചാരിച്ചാണ് അതായിരിക്കും കയറി പിടിച്ചത്. അതുവഴിയെങ്കിലും കയറി പിടിച്ച് അടിച്ച് 2 അലവിൽ അടിയും തന്നിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അല്ലാതെ വേറെ ഒന്നുമില്ല. നീ അയ്യോ എന്നെ സുനിയേട്ടനെ വിടുന്നില്ല, പിടിക്കുന്നു എന്ന് പറഞ്ഞോണ്ടൊന്നും ഇരിക്കില്ലേ. നാട്ടുകാരെ മുഞ്ചിക്കുന്ന പരിപാടി കാണിക്കല്ലേ. നീ ഇവിടെ ഏറിപ്പോയ സമയത്ത് നീ മറ്റേ കൊച്ചിനെ എടുത്തോണ്ട് വന്നിട്ട് കൊച്ചിനെ കുറെ ഇരുത്തിച്ചിരിപ്പിക്കുന്നു. ഇത് കാണുമ്പോൾ സഹതാപത്തിൽ വീണ്ടും ആൾക്കാർ നിന്റെ അടുത്ത് വരും എന്നുള്ള പ്രതീക്ഷ നിനക്കുണ്ട്. അവിടെയാണ് നിനക്ക് മിസ്സിങ് പറ്റുന്നത്. സുധിച്ചേട്ടാ വിടോ എന്ത് വഴി. എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ട്. പ്രജീഷ്, ദാസപ്പൈ, വേറെ ഏതാ മണ്ണ, അങ്ങനെ കുറെ മണ്ണകളെ കൂടെ എല്ലാം പോകുന്നത് എല്ലാം സുധിയേട്ടന് വേണ്ടിയിട്ട്. സുധിയേട്ടൻ ലൈസൻസ് തന്നു വിട്ടിട്ടുണ്ടല്ലേ, വാങ്ങിച്ചു വെച്ചോ. കൊള്ളാടാ കൊള്ളാം. സുധിയേട്ടാ നിങ്ങൾ മരിക്കേണ്ടായിരുന്നു, ഉള്ള കാര്യം പറയാമല്ലോ. വല്ലാത്ത അവസ്ഥയായി. ഇങ്ങനെ ഒരെണ്ണത്തിന് സഹിക്കേണ്ട ഗതികേട് നമ്മൾ മലയാളികൾക്കുണ്ടായി നിങ്ങളുടെ മരണം കാരണം. ആ ഒരു കാര്യത്തിൽ ഞാൻ ഖേദിക്കുന്നു. ഇനി രേണു തന്നെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ആർമിക്കാരനുമായി പ്രേമത്തിലാണെന്ന് കേൾക്കുന്നത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു മലയാളി ആർമി ഓഫീസർ ആയിട്ട് റിലേഷൻഷിപ്പിലാണ് എന്ന് ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. ഇത്രയും നാൾ UK കാരനായിരുന്നു, അവനെ തേച്ചോ? അതെ, അതാണ് എനിക്കും തോന്നിക്കാനുള്ളത്. തേച്ചാ ഇപ്പൊ ആർമിക്കാരനായ എന്തോ സായിയുടെ കമന്റ് ബോക്സിൽ വന്നതാണ് കേട്ടോ. ഇത് ഇവളെ തന്നെ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഒളിപ്പില്ലാത്ത വർഗം. ഓ കുമ്പിളിങ്കി നൈറ്റ്സാ, കുമ്പിളിങ്കി നൈറ്റ്സ് ആയിപ്പോയി. ഓഹോ AJP. ഓ അയ്യോ ഇരിക്കുന്നു. ഇതാര്? അയ്യോ ആ നമ്മുടെ അണ്ണ എത്തിയില്ല. ആറാട്ടിലാനകൾ എഴുന്നള്ളുന്നു. ഇത് മറ്റവനല്ലേ കിംബോയ്. ചാടും കിംബോയ്, കമത്തി അടിക്കും കിംബോയ്, മറ്റേ അടിക്കും കിംബോയ്, മലത്തി അടിക്കും കിംബോയ്. ജാസി മക്കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടു. ഇത് മറ്റോളം. ഓ ഇതൊരു അപരാധമാണ്. ഓ ഇത് മറ്റേ അപരാധിമോ എല്ലാം ഉണ്ടല്ലോ. ഇതാണ് കറക്റ്റ് കേട്ടോ. ഇത് ആരുടെ എഴുതിയത്? എന്തായാലും കൊള്ളാം കേട്ടോ. കറക്റ്റ് യൂണിവേഴ്സ് ആണ്. ഇതാണ് നമ്മൾ മിസ് പണിയ എന്താ യൂണിവേഴ്സ്. ഇത് രണ്ടുമാണ് ഇപ്പൊ വിവാദത്തിൽ നിൽക്കുന്നത്. അതായത് അറട്ടണൻ റണസുണ. ഇവൻ വേറൊരു വാഴയാണ് കിംബോയ്. ചാടിയടിക്കും കിംബോയ്, കമത്തിയടിക്കും, കുത്തിയടിക്കും, കിടത്തിയടിക്കും എന്നൊക്കെ പറഞ്ഞു കൊണ്ടൊരുത്താൻ ഞാൻ അറിയായിരിക്കും. കുറെ മൊണ്ണകളെ കൂട്ടത്തിൽ ഒരു മൊണ്ണ അത്രേ ഉള്ളൂ. ഇതാണ് യൂണിവേഴ്സ് കേട്ടാ. കറക്റ്റാണ്. കുംബ്ലിംഗി നൈറ്റ്സ് അല്ല, ഊംബ്ലിംഗി നൈറ്റ്സ്. ഇനിയാണ് രേണുവിന്റെ ഹൈലൈറ്റ് സ്റ്റോറി. എന്നെ അങ്ങ് തളർത്തി കളഞ്ഞു. ഒരിക്കൽ ഞാൻ അങ്ങ് പോകും. എങ്ങോട്ട്? എവിടെയെങ്കിലും ഒന്ന് പോയിത്താ. നിങ്ങൾ പറയുന്ന ഈ കോമാളിത്തരത്തിന്റെ വേഷം പാതി വഴിയിൽ അഴിച്ചു വച്ചു. ഒന്ന് പോയി തരുമോ? കലുടിയ എവിടെ? അന്ന് തൊട്ട് നിങ്ങൾ കുറച്ച് വ്ളോഗേഴ്സ് നെഗറ്റീവ് ഓളികൾ എന്ത് ചെയ്യും എന്റെ ഒരു കണ്ടന്റ് കിട്ടാതെ? നോക്കാം. അപ്പോൾ പുതിയ എന്തേലും രേണു സുധിമാർ
വരുമായിരിക്കും അല്ലേ? പോവോ? ഉടനെ ഒന്ന് പോയിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നു. കാരണം ഞാൻ അത്രയും വെയിറ്റിങ്ങിലാണ്. എത്രയും പെട്ടെന്ന് റണാസുന പോകുന്നത് കാത്തിരിക്കുന്ന ഒരു സാധാരണപ്പെട്ടവനാണ് ഞാൻ. നിന്റെ ഒരു യാത്രാ മൊഴിയോടെ വിട വാങ്ങും പ്രിയ സന്ധ്യ, മനസ്സിന്റെ മണിയില മറയില മണിയില മരണത്തിൽ മഴിവില്ല ഞാൻ ഓർക്കു നീ ചെയ്താൽ. ഞാൻ എവിടെയാണ് ഇത് പോകുന്നത്? അതല്ല. അപ്പോൾ രേണുസുതി ഒരു ദുഃഖത്തിന്റെ പാനപാത്രമായിട്ടുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് ഈ കോമാളിത്തനമെല്ലാം നിർത്തിയിട്ട്, അപ്പം നീ കാണിക്കുന്ന കോമാളിത്തനമാണെന്ന് എനിക്കറിയാം, അത് നിർത്തിയിട്ട് നീ പോകും. അന്ന് ഈ വ്ളോഗേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? നമുക്ക് ഇവിടെ കണ്ടന്റ് ക്ഷാമമൊന്നുമില്ല. പിന്നെ നിന്റെ അപരാധങ്ങൾ കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നു, കൂടുതൽ ആൾക്കാർ അയച്ചു തരുന്നു. നമുക്കും വ്യൂഷിപ്പാണ്, വ്യൂഷിപ്പ് മാറ്റേഴ്സ്. പിന്നെ അപരാധനങ്ങൾ വച്ച് പൊറിപ്പിക്കത്തില്ല. അതിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടേ പോകത്തുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.